ഹായ് ഫ്രണ്ട്സ്, കൂക്കലിലെ അതിമനോഹരമായ കോടമഞ്ഞൊക്കെ കണ്ട് ഞങ്ങൾ ആകെ മതിമറന്നു. പക്ഷേ ഒരു കാര്യമൊഴിച്ച്, വിശപ്പ്. ഞങ്ങളെല്ലാവർക്കും ഒരുപോലെ വിശപ്പടിച്ച്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി കൂക്കലിലെ ആ ചെറിയ ടൗണിൽ നിന്നും കുറച്ചൊന്ന് മാറി റോഡിന് മുകളിലായിട്ട് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്. ഒരുപാട് താമസിച്ചുകൊണ്ട് ഊണ് ഉറപ്പായിട്ടും കിട്ടില്ലെന്ന് വിചാരിച്ച ഞങ്ങൾക്ക് ബിരിയാണി കിട്ടി. ക്വാണ്ടിറ്റി ഒരല്പം കുറവാണെങ്കിലും ബിരിയാണി അത്യാവശ്യം ഓക്കെ ആയിരുന്നു. അങ്ങനെ ആൾക്കോരോ ബിരിയാണിയും തട്ടി ഞങ്ങളവിടുന്ന് വണ്ടി പൂന്തിക്ക് വിട്ടു. സഞ്ചാരികളുടെ തള്ളിക്കയറ്റമില്ലാതെ സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന കൊടൈക്കനാലിൻ്റെ ഒരു കാർഷിക ഗ്രാമമാണ് പൂന്തി. സ്വിറ്റ്സർലാൻഡ്, സ്കോട്ട്ലാൻഡ്, ആംസ്റ്റർഡാം എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഈ പൂന്തിയുടെ പ്രധാന കൃഷിയാണ് വെളുത്തുള്ളി കൃഷി. ഇതിനു പുറമെ ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ്, മല്ലി തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യാറുണ്ട്. വർഷം മുഴുവനും കൃഷി ഇറക്കുന്ന നാടെന്ന സവിശേഷതയും പൂന്തിക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ പൂന്തിയിലെ മന്നവന്നൂർ ലേക്കിലെത്തി. ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു കിടിലം ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ പൂന്തിയിലെ മന്നവന്നൂർ ലേക്ക് പോയിന്റ്. ഇതുകൂടാതെ മന്നവന്നൂർ ഷീപ്പ് ഫാമിൻ്റെ ഒരു ഭാഗം കൂടെയാണ് ലേക്ക്. ഞങ്ങൾ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായതിനാൽ ഷീപ്പ് ഫാമിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. എന്നാലും ഞങ്ങൾ നിൽക്കുന്ന തടാകത്തിൻ്റെ വ്യൂവിൽ നിന്ന് അപ്പുറത്തെ സൈഡ് നോക്കിയാൽ നമുക്ക് ചെമ്മരിയാടുകൾ മേയുന്നത് നന്നായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ശരിക്കും സ്വിറ്റ്സർലാൻഡിനെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പച്ചപ്പിനും ശാന്തതയ്ക്കും പേരുകേട്ട പൂന്തി ഇന്ന് സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആകർഷകമായൊരു സ്ഥലമാണ്. തണുത്ത കാലാവസ്ഥ, കോടമഞ്ഞ്, നിത്യഹരിത വനങ്ങൾ, പുൽമേടുകൾ, തേയിലത്തോട്ടങ്ങൾ എന്നിവ ഈ ഗ്രാമത്തെ അതീവ സുന്ദരിയാക്കുന്നു. കൂടാതെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ഇവിടം പ്രകൃതി സ്നേഹികൾക്കും വന്യജീവി ഫോട്ടോഗ്രാഫർമാർക്കും റീൽസും മറ്റും ഷൂട്ട് ചെയ്യുന്നവർക്കും സിനിമാ ലൊക്കേഷനുകൾക്കും വളരെ അനുയോജ്യമായൊരു സ്പോട്ട് കൂടിയാണിത്. കൊടൈക്കനാലിലെ കണ്ടുമടുത്ത സ്ഥിരം കാഴ്ചകളിൽ നിന്നും മാറി തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ പ്രകൃതിയുടെ പച്ചയായ സൗന്ദര്യം ആസ്വദിച്ച് കുടുംബത്തോടൊപ്പമോ കൂട്ടുകാർക്കൊപ്പമോ അടിച്ചു പൊളിച്ച് പോകാൻ പറ്റിയ കൊടൈക്കനാലിലെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് പൂന്തി ഗ്രാമം. അങ്ങനെ ലേക്ക് പോയിന്റിൽ നിന്നും ഇറങ്ങി ഏകദേശം 1 കിലോമീറ്റർ താഴേക്ക് വരുമ്പോഴത്തേക്കും മന്നവന്നൂർ ഇക്കോ ടൂറിസം സൈറ്റിലെത്തും. ശരിക്കും കൊടൈക്കനാലിലെ സഞ്ചാരികളുടെ തള്ളിക്കയറ്റമില്ലാത്ത ശാന്തമായൊരു സ്ഥലം തേടിയാണ് എല്ലാവരും പൂന്തിയിലേക്ക് വരുന്നത്. എന്നാൽ പറയാതിരിക്കാൻ വയ്യ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ജനങ്ങളുടെ കുത്തൊഴുക്കില്ലാത്തൊരു സ്ഥലം തേടിയെത്തിയ ഞങ്ങൾ കണ്ടത് കൊടൈക്കനാൽ ടൗണിനേക്കാളും കൊടൈക്കനാൽ ലേക്ക് പോയിന്റിനേക്കാളും കൊടൈക്കനാൽ ഗുണ കേവിനേക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത് ഞാൻ പൂന്തിയിലായിരുന്നു. ശരിക്കും നിങ്ങൾ ഈ കാണുന്നത് പൂന്തി ഗ്രാമം കാണാൻ വന്ന സഞ്ചാരികളുടെ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഏകദേശം 3 കിലോമീറ്ററോളം വരിയായി വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ശരിക്കും വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടാതെ തിരിച്ച് പോവുകയാണ് ഞങ്ങൾ ചെയ്തത്. അങ്ങനെ പോകുന്ന വഴികളിലെല്ലാം കോട പതുക്കെ ഇറങ്ങിത്തുടങ്ങി. ലേറ്റായതിനാൽ ഇനി ഞങ്ങൾക്ക് വേറെ വ്യൂ പോയിന്റുകളിലൊന്നും കയറാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ കൊടൈക്കനാലിൻ്റെ അപ്പർ ലേക്ക് വ്യൂ പോയിന്റിലേക്ക് വിട്ടു. നക്ഷത്രാകൃതിയിലുള്ള മനുഷ്യനിർമ്മിതമായ കൊടൈക്കനാലിലെ ആ ബ്യൂട്ടിഫുൾ തടാകം. മധുരയിലെ കളക്ടറായിരുന്ന ഹെൻറി ലെവിങ്ടെ സ്മരണാർത്ഥം 1863 USA നിന്നുള്ള ആദ്യകാല മിഷണറിമാരും ബ്രിട്ടീഷുകാരും ചേർന്ന് കൊടൈക്കനാലിൽ നിർമ്മിച്ചൊരു മനോഹര തടാകമാണ് കൊടൈക്കനാൽ ലേക്ക്. കൊടൈക്കനാലിലെ ഏറ്റവും പ്രശസ്തമായ ഭൂമിശാസ്ത്ര ലാൻഡ്മാർക്കും വിനോദസഞ്ചാരത്തിൻ്റെ മെയിൻ കേന്ദ്രവും ഇതാണ്. വർഷങ്ങളായി പൊതുജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും ബോട്ട് ക്ലബ്ബ്, ബോട്ട് ഹൗസസ്, ബോട്ട് സർവീസ്, പെഡലിംഗ് ബോട്ടുകൾ, ഇതിനു പുറമെ തടാകത്തിന് ചുറ്റുമുള്ള റോഡ് സൈക്കിൾ സവാരിയും കുതിര സവാരിയും ചിൽഡ്രൻസ് പാർക്കും വഴിയോര കച്ചവടങ്ങളും എന്നിങ്ങനെയെല്ലാം കൊടൈക്കനാൽ വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ മുഖ്യ പങ്ക് വഹിക്കുന്ന തടാകത്തിൻ്റെ പ്രത്യേകതകളാണ്. അങ്ങനെ തടാകവും ചുറ്റിക്കറങ്ങി കണ്ട് ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ കൊടൈക്കനാലിൻ്റെ ഏറ്റവും ഹൃദയഭാഗങ്ങളിലൊന്നായ ഗുണ കേവും അതിനടുത്തുള്ള വ്യൂ പോയിന്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.